अष्टमोऽध्याय। ओं नमो भगवते वासुदेवाय। नारद उवाच अथ दैत्यसुताः सर्वे श्रुत्वा तदनुवर्णितं जगृहुर्निरवध्यत्वान्नैव कुर्वन् शिक्षितम्। अथ आचार्यसुतस्तेषां बुद्धिमेकान्तसंस्थिताम् आलक्ष्य भीतस्त्वरितो राज्ञ आवेदयद्यथा। श्रुत्वा तदप्रियं दैत्यो दुःसहं तनयानयं कोपावेशदरगात्रः पुत्रं हन्तुं मनोदधे। क्षिप्त्वा परुषया वाचा प्रह्लादमददर्हणम् आहेक्षमाणः पापेन तिरश्चीनेन चक्षुषा। प्रश्रयावनतं दान्तं बद्धाञ्जलिमवस्थितं सर्पपदाहत इव श्वसन् प्रकृतिदारुण। हे दुर्विनीता मन्दात्मन् कुलभेदकराधमा स्तब्धं मच्छासनोद्धूतं निश्येत्वाद्यमक्षयं। क्रुद्धस्येस्य कम्पन्ते त्रयो लोकाः सवैश्वराः तस्य मे भीतवन्मूढा शासनं किं बलोत्यगाः। प्रह्लाद उवाच न केवलं मे भवतश्च राजन् सवैबलं वरिणां चापरेषां परे परे मे स्थिरजङ्गमाये ब्रह्मादयो येन वशं प्रणीताः। स ईश्वरकाल गुरुक्रमो सावोजः सहस्रत्वबलेन्द्रियात्मा स एव विश्वं परमस्त्वशक्तिभिः सृजत्यवत्यत्ति गुणत्रयेश। यह्यासुरं भावमिमं त्वमात्मनः समं मनोधर्स्वन सन्ति विद्विष हृदयेदितादात्मन उत्पथस्थिता तद्धिक्षनन्दस्य मकल्समर्हणं दस्युन्पुराशन्न विदित्य लुम्पतो मन्यन्त एके स्वजितादिशोदश जितात्मनोज्ञस्य समस्य देहिनां साधो स्वमोहप्रभवा कुतः परे। हिरण्यकशिपुरुवाच व्यक्तं त्वं मर्तुकामोऽसि योतिमात्रं विकथसे मुमूर्षूणां हि मन्दात्मन् ननु स्युर्विप्लवाङ्गिन। यस्त्वया मन्दभाग्यो कतो मदन्यो जगदीश्वर क्वासौ यदि स सर्वत्र कस्माल्स्तम्भेन दृश्यते। सोऽहं विदग्धमानस्य शिरःकायात् धरामि ते गोवायेद हरिस्त्वाद्य यस्ते शरणमीप्सितम्। एवं दुरुक्तैर्मुहुरर्दयन् नृषा सुतं महाभागवतं महासुर खड्गं प्रगृह्योत्पतितो वरासनात् स्तम्भं तताडातिबलस्वमुष्टिना। तदैव तस्मिन्निरतोऽतिभीषणो बभूव येनाण्डकटाहमस्फुटत् यं वै स्वधिष्ण्योपगतं त्वजादय श्रुत्वा सुधामप्ययमङ्गमेनिरे स विक्रमन् पुत्रवधेप्सुरोजसा निशम्य निर्ह्लादमपूर्वमद्भुतम्। अन्तःसभायां न ददर्श तत्पदं विदत्र सूर्येण सुरारियूथपाः सत्यं विधातुं निजभृत्यभाषितं व्याप्तिं च भूतेष्वखिलेषु चात्मना अदृश्यतात्यद्भुतरूपमुद्गवन् स्तम्भे सभायां न मृगं न मानुषं सर्वत्र गोविन्दनाम संकीर्तनं गोविन्द गोविन्द। हरे नारायण 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 हरे नारायण। ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഏതൊരു നാമമാണോ ലോകത്തൊരിടത്തും കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നിരോധിച്ചത്, അതേ നാമം സ്വന്തം മകന്റെ നേതൃത്വത്തിൽ മുഴങ്ങി മുഴങ്ങി അങ്ങനെ കേൾക്കാൻ തുടങ്ങുന്നു. സഹിക്കാൻ പറ്റാത്ത ദേഷ്യത്തോടു കൂടിയിട്ട് ആ ഹിരണ്യകശിപു ഓടി വരുന്നു. സർപ്പപദാഹതാത്മൻ, ചവിട്ടേറ്റ മൂർഖനെ പോലെ ഓടി വന്ന് പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്ന ഹിരണ്യകശിപുവിന്റെ അടുത്തേക്ക് വന്നിട്ട് അതിഭീകരമായിട്ട് അട്ടഹസിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ആരാണ് നിന്റെ പുറകിൽ? ആരാണ് നിന്റെ പുറകിൽ? എനിക്ക് മനസ്സിലായി ആരോ ഒരാൾ നിന്റെ പുറകിലുണ്ടെന്ന്. ക്ഷിത്വാ പരുഷയാ വാച പ്രഹ്ലാദ മദദർഹണം ആഹേക്ഷമാണ് പാപേന തിരശ്ചീലേന ചക്ഷുഷ. ചുഴിഞ്ഞുകൊണ്ടുള്ളൊരു നോട്ടാണ്. എന്നിട്ട് പറഞ്ഞു, ഹേ ദുർവിനീത മന്ദാത്മൻ കുലഭേദകര അഥമ
ഒക്കെ മഹാമോശമുള്ളത്. അവിടെ കുലം കുടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളവനെ, അച്ചടക്കമില്ലാത്തവനെ, വിനയമില്ലാത്തവനെ, കുലഭേദകര അഥമ സ്തബ്ധം മച്ഛാസനോധം നേഷ്യത്വാദ്യമക്ഷയം, ഞാനിപ്പോ നിന്നെ യമലോകത്തേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. എൻ്റെ ഈ പുലികൽ കൊടി ഒന്ന് വെട്ടി വിറയ്ക്കുമ്പോഴത്തേക്ക് ലോകഭാരന്മാരെ പോലും കിട്ടുകിട്ട വിറയ്ക്കുന്നു എന്നിരിക്കെ ആ എൻ്റെ മുമ്പിൽ വന്നിട്ട് അഭീതവൻ മൂഢ ശാസനം കിംബലം അട്ടഹസിച്ചുകൊണ്ടാണ് ഈ ചോദ്യങ്ങളൊക്കെ. ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ പ്രഹ്ലാദനെന്തോ നല്ല പേടി. പ്രഹ്ലാദൻ എന്ത് പറഞ്ഞു? ചിരിച്ചുകൊണ്ട് ശാന്തമായിട്ട് മറുപടി പറയാണ് പ്രഹ്ലാദൻ. പ്രഹ്ലാദൻ പറഞ്ഞു, ന കേവലം മേ ഭവതശ്ചരാജൻ, അതെ, അങ്ങേക്ക് ഇങ്ങനെ അതിഭീകരമായിട്ട് അട്ടഹസിക്കാനും എനിക്കിങ്ങനെ ശാന്തമായി മറുപടി പറയാനും ലോകത്ത് ശക്തി രണ്ടില്ല, ഒരു ശക്തിയുള്ളൂ. ആ ഒരേ ഒരു ശക്തിയുടെ പരേപരേമി സ്ഥിരജംഗമായ ബ്രഹ്മാദയോ ഏനവശം പ്രണീതാഹ, അതായത് മനീഷാ പഞ്ചകത്തിൽ പറയും ഒരു പുൽക്കൊടി മുതൽ ബ്രഹ്മാവ് വരെയുള്ള സകല ജീവജാലങ്ങളും ആ ഭഗവാന്റെ ശക്തി കൊണ്ട് മാത്രം നിലനിൽക്കുന്നതാണ്. അങ്ങനെയുള്ള ആ പരമശക്തിയുടെ പേരാണ് വാസ്തവത്തിൽ ഭഗവാൻ. ആ ശക്തിയെ തന്നെ ഓരോരുത്തരും ഓരോ പദത്തിന് വിളിക്കും. എന്താ വിളിക്കും? സ ഈശ്വര കാല ഉരുക്രമ. ഈശ്വരനെന്നും കാലനെന്നും ഉരുക്രമനെന്നും പല പേരില് വിളിക്കുന്നതൊക്കെ ആ ഒരേ ഒരു ശക്തിയെ തന്നെയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ആ ശക്തിയാണ് എല്ലായിടത്തും ഉള്ളത്, സകല ചരാചരങ്ങളിലും കൂടികൊള്ളുന്നത്. ആ ശക്തി തന്നെയാണ് ലോകത്തെ സൃജതി അത്തി അവധി, ലോകത്തെ സൃഷ്ടിക്കുന്നത്, സംരക്ഷിക്കുന്നത്, സംഹരിക്കുന്നത്. അത് മനസ്സിലാക്കൂ. എന്നിട്ട് പറഞ്ഞു, ഇനിയെങ്കിലും ഞാൻ പറയുന്ന കാര്യം അങ്ങ് കേൾക്കൂ. ജഹ്യാസുരം ഭാവം, അസുരഭാവമെല്ലാം മാറ്റിവെച്ച് ഇനിയെങ്കിലും എൻ്റെ പ്രഭുവിനെ പോയിട്ട് നമസ്കരിക്കൂ. എൻ്റെ പ്രഭു എന്ന് പറഞ്ഞാൽ കാരുണ്യത്തിൻ്റെ കടലാണ്, കാരുണ്യാമൃതനേത്രം, ഇതൊക്കെയാണ് ഭഗവാന്റെ വിശേഷണങ്ങൾ. അതുകൊണ്ട് ആ ഭഗവാനെ ഇനിയെങ്കിലും പോയിട്ട് ആശ്രയിക്കുമെന്ന് അങ്ങോട്ട് പറഞ്ഞപ്പോൾ വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറയും. ഈ പറഞ്ഞതൊന്നും ഇദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കയറുന്നില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സ് മുഴുവൻ അങ്ങേയറ്റം അന്ധകാരാവൃതമാണ്. അതുകൊണ്ട് ഹിരണ്യകശിപു പറഞ്ഞു, എടാ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നീ മരണമെടുത്തവനാണ്. അതുകൊണ്ടാണ് ഈ പിച്ചുമയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വ്യക്തം ത്വം മർത്തുകാമോസി യോതി മാത്രം വികഥസേ മുമൂർഷൂണാം ഹി മന്ദാത്മൻ നനുസുർ വിപ്ലവാഗിര യസ്ത്വയാ മന്ദഭാഗ്യോക്തഃ. ഞാനല്ലാതെ ഏതെങ്കിലും ഒരു ഈശ്വരൻ ഉണ്ടെങ്കിൽ എല്ലായിടത്തും ഉണ്ട്, എവിടെയും ഉണ്ടെന്ന് വലിയ വായിൽ വർത്തമാനം പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമായില്ല. സർവചരാചരങ്ങളിൽ ഉണ്ടെന്നൊക്കെ വെറുതെ പറഞ്ഞുകൊണ്ടായ കാര്യം. എന്തുകൊണ്ട് ഈ തൂണിലില്ല? ഞാനല്ലാതെ മറ്റൊരു ഭഗവാൻ ഉണ്ടെങ്കിൽ ആ ഭഗവാൻ ഈ തൂണെന്ന് ചാടി വന്ന് നിന്നെ രക്ഷിക്കുന്നത് എനിക്കൊന്ന് കാണണം എന്നും പറഞ്ഞ് അതിഭീകരമായ ആ മുഷ്ടി ചുരുട്ടി, വാള് കൂട്ടിപ്പിടിച്ചിട്ടുള്ള മുഷ്ടി അതിഭീകരമായിട്ട് തൂണിനങ്ങോട്ട് ഇടിക്കുകയാണ്. സ്തംഭം തതാട അതിബലസ്വമുഷ്ടിന. അതിഭീകരമായിരിക്കുന്ന ആ ഇടി അങ്ങോട്ട് കൊള്ളുമ്പോഴത്തേക്കും സത്യം വിധാതും നിജഭൃത്യഭാഷിതം, തൻ്റെ ഭക്തനായിരിക്കുന്ന പ്രഹ്ലാദൻ പറയുന്ന വാക്ക് സത്യമാക്കി തീർക്കാൻ വേണ്ടി, ബ്രഹ്മാവിൻ്റെ വാക്ക് സത്യമാക്കി തീർക്കാൻ വേണ്ടി, ഉപനിഷത്ത് മുഴുവൻ പറയുന്ന വാക്കിനെ സത്യമാക്കി തീർക്കാൻ വേണ്ടി, എല്ലാവരുടെയും വാക്കിനെ സത്യമാക്കി തീർക്കാൻ വേണ്ടി അത്യത്ഭുതകരമായ രൂപം ധരിച്ചുകൊണ്ട് ആ തൂണിൽ നിന്നും ഭഗവാൻ എടുത്തൊരു ചാട്ടം വെച്ചു പുറത്തേക്കിയതാണ്. പുറകിൽ അതിഭീകരമായിട്ട് കട്ട പിടിച്ചിട്ടുള്ള വെളുത്ത പുകയിന് ഉയർന്നു മുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ പുകയിൽ നിന്നും ഭഗവാന്റെ രൂപം മങ്ങി 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 തെളിഞ്ഞു വരുന്നത് കാണുമ്പോൾ അത്ഭുതത്തോടു കൂടിയിട്ട് ഹിരണ്യകശിപു വിചാരിക്കുകയാണ്, ഇതായിരിക്കും എൻ്റെ വിഷ്ണു എന്നങ്ങോട്ട് വിചാരിക്കുകയാണ്. ഇതായിരിക്കും ഞാൻ അന്വേഷിക്കുന്ന വിഷ്ണു എന്ന് വിചാരിച്ചു. ഭഗവാന്റെ രൂപം എന്ന് പറഞ്ഞാൽ എന്താ? അതിഭീകരമായിരിക്കുന്നത് മിഷ്ട്ര, നാവിൽ നിന്നും രക്തം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. രൂക്ഷമായ, കണ്ണിലേക്ക് നോക്കാൻ പറ്റാത്ത തേജസ്സാണ്. അതിഭീകരമായിരിക്കുന്ന ഗർജനത്തോടുകൂടിയുടെ സിംഹമുഖമാണ്. ബാക്കി മുഴുവൻ താഴേക്ക് മനുഷ്യരൂപമാണ്. ഭീകരമായിരിക്കുന്ന നഖത്തിൻ്റെ മേലൊക്കെ വെള്ളി വെളിച്ചം ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്നുണ്ട്. കൂർത്തുമൂർത്ത നഖങ്ങൾ, ഇതൊക്കെയാണ് ഭഗവാന്റെ രൂപം. ഈ രൂപം കണ്ടിട്ടും ഹിരണ്യകശിപു വിചാരിക്കുന്നത് ഇതാണെൻ്റെ വിഷ്ണു, അതുകൊണ്ട് ഇയാളെ വേഗം കൊന്നേക്കാം എന്നും പറഞ്ഞ് അങ്ങോട്ട് ചാടി പോകുന്നു എന്നാണ്. അങ്ങനെ ചാടി വരുന്ന ഹിരണ്യകശിപുവിനെ ഭഗവാൻ ഇങ്ങോട്ട് ചേർത്ത് പിടിച്ചിട്ട് കൃത്വ അട്ടഹാസം, ഒരട്ടഹാസം ഉണ്ടായി ചെവിക്ക് ചേർത്ത് നിന്നിട്ട്. അതോടുകൂടി തന്നെ കഥ ഏതാണ്ട് കഴിഞ്ഞു. പിന്നെ ഉണ്ടായതൊരു അഭിനയമാണ്. കാരണം ഇയാൾ അനവധി വരം വാങ്ങിയിട്ടില്ലേ, അതൊക്കെ നേരെയാക്കണമല്ലോ. അതുകൊണ്ട് സന്ധ്യയാവുന്നതോടു കൂടിയിട്ട് അകത്തല്ല പുറത്തല്ല ഉമ്മറപ്പടിയിൽ, രാത്രിയല്ല പകലല്ല സന്ധ്യാസമയത്ത്, ആയുധമല്ല ആയുധമല്ലാത്തതല്ല, നഖ ആയുധം, 4 കൈകളുണ്ടായിരുന്നു. ആ 4 കൈകളും കൊണ്ട് തൂക്കിയെടുത്തങ്ങോട്ട് പോകാൻ.
തൂക്കിയെടുത്ത് പോയി ആ ഉമ്മറപ്പടിയിലേക്ക് അങ്ങോട്ട് ഇരുന്ന് രണ്ട് കൈ കൊണ്ട് തലയും വാലും അങ്ങോട്ട് അമർത്തിപ്പിടിക്കുമ്പോൾ വില്ലുപോലും ഉയർന്നു വന്ന ആ മാറിലേക്ക്, നെഞ്ചിലേക്ക്, വയറിലേക്ക് ഭഗവാന്റെ അതിഭീകരങ്ങരായിരിക്കുന്ന നഖായുധം ആഞ്ഞ് തുളഞ്ഞ് പതിക്കാൻ വെട്ടിപ്പൊളിച്ചു. ആ ദേഹം വെട്ടിപ്പൊളിച്ചതോടുകൂടിയിട്ട് ആ ഹൃദയം അങ്ങോട്ട് പറിച്ചെടുത്തിട്ട് അതങ്ങോട്ട് വിഴുങ്ങുന്നു. ബാക്കിയുള്ളത് കൂട്ടിയിട്ടൊരു നക്കലങ്ങോട്ടുണ്ടായി. കഴിഞ്ഞു. അതോടുകൂടി തന്നെ ഏതാണ്ട് കഥ അവസാനിച്ചു. പിന്നെ ഒന്നുമില്ല എന്നർത്ഥം. ലോകം മുഴുവൻ ആക്രമിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു പോയ ഹിരണ്യകശിപു ഭഗവാനാകുന്ന അഗ്നികുണ്ഡത്തിൽ ഈയാമ്പാറ്റയെ പോലെ എരിഞ്ഞൊടുങ്ങി അടങ്ങി ഇല്ലാതായി തീരുന്നതാണ്. പക്ഷെ ഭഗവാന്റെ ക്രോധം അടങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ ഓരോ ദേവീദേവന്മാര് ഓരോ സ്തുതികൾ ചൊല്ലി നമസ്കരിച്ച് അതേപടി വന്ന വേഗത്തിൽ ഓടിപ്പോവാൻ. അടുത്തേക്ക് പോകാൻ നിവൃത്തിയില്ല. ആസീനം തീവ്ര തേജസം, തീവ്രമായ തേജസ്സോട് ഭഗവാന്റെ മുഖത്തേക്ക് നോക്കാനേ പറ്റുന്നില്ല. അതിഭീകരം. അങ്ങനെ ഒരു ഭാവം കണ്ടപ്പോൾ ബ്രഹ്മാവ് ആലോചിച്ചു, ലോകം മുഴുവൻ ഇപ്പൊ കത്തിച്ചാമ്പലായി തീരും, എന്ത് ചെയ്യും? അപ്പോഴാണ് ലക്ഷ്മിയെ കുറിച്ച് ആലോചിക്കുന്നത്. ലക്ഷ്മി ഭഗവാന്റെ ഭാര്യയാണ്. ലക്ഷ്മിയെ കണ്ടാൽ കുറച്ചെങ്കിലും ഒന്ന് ശാന്തമാകുമായിരിക്കും എന്ന് കരുതി ലക്ഷ്മിയെ കൂട്ടിക്കൊണ്ടുവന്നു. ലക്ഷ്മി അങ്ങോട്ട് പോകുന്നതിനേക്കാൾ വേഗതയിൽ തിരിച്ചോടി പോകുന്നത് കണ്ടുവാൻ. ലക്ഷ്മി പറഞ്ഞു, എനിക്ക് ഒരു തിരക്കില്ല, ഇങ്ങനെ ഒരു രൂപ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നും പറഞ്ഞ് ലക്ഷ്മി ഇറങ്ങിപ്പോവാൻ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അപ്പോഴാണ് ബ്രഹ്മാവ് ആലോചിക്കുന്നത്, പ്രഹ്ലാദനെ കാണാത്തോണ്ടായിരിക്കും ഒരു പക്ഷേ എന്ന് വിചാരിച്ച് ആ പ്രഹ്ലാദൻ്റെ അടുത്തേക്ക് ചെന്ന് പ്രഹ്ലാദൻ്റെ കെട്ടം കൊട്ടഴിച്ച് ചോദിക്കുകയാണ്, പ്രഹ്ലാദൻ തനിക്ക് പറ്റുമോ ആ ഭഗവാന്റെ ക്രോധമൊന്നടക്കാൻ? ചോദിക്കുന്നത് ബ്രഹ്മാവാണ്. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്ന് പറഞ്ഞ ത്രിമൂർത്തികളും ഭഗവാന്റെ തന്നെ അംശങ്ങളാണ്. അങ്ങനെയുള്ള ബ്രഹ്മാവിന് പോലും അടുക്കാൻ പറ്റാത്ത തേജസ്സിൻ്റെ അടുത്തേക്ക് ഈ പ്രഹ്ലാദനെ അങ്ങോട്ട് അയക്കാൻ നോക്കുമ്പോൾ പ്രഹ്ലാദൻ എന്ത് പറയണം? പേടിച്ച് നിങ്ങളൊക്കെ അല്ലേ സ്തുതിക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് പിന്നാക്കം മാറിയോ? അറിയില്ല. പ്രഹ്ലാദൻ എന്ത് പറഞ്ഞു? തഥേതി, അങ്ങനെയാകാം എന്ന് പറഞ്ഞ് പ്രഹ്ലാദൻ ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഭഗവാനെ സ്തുതികളെ കൊണ്ട് ശാന്തമാക്കുന്നു എന്നർത്ഥം. ഇതൊക്കെയാണ് നമുക്ക് വായിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഭാഗം വായിക്കാൻ പോവാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും വഴിപാട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേഗം ചെയ്യാം. ഈ അധ്യായം വായിച്ച് സ്തുതിയും കൂടി വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. സസത്വമേനം പരിതോപി പശ്യൻ സ്തംഭസ്യ മധ്യാദനുർജിഹാനം നായം മൃഗോ നാപി നരോ വിചിത്രമഹോ കിമേതനൃമൃഗേന്ദ്രരൂപം മീമാംസമാനസ്സു സമുത്ഥിതോഗ്രതോ നൃസിംഹരൂപസ്തദരം ഭയാനകം പ്രതപ്തചാമീകരചണ്ഡലോചനം സ്ഫുരൽ സടാകേസരഗൃംഭിദാനനം കരാളദംഷ്ട്രം കരവാളസഞ്ജലക്ഷുരന്തജിഹ്വം ഭ്രൂഢീമുഖോർപ്പണം സ്തബ്ധോർധ്വകർണം ഗിരികന്ധരാദ്ഭുതവ്യാത്താസ്യനാസം ഹലഭേദഭീഷണം ദിവിസ്പൃശുൽക്കായമതീർത്ഥപീവരഗ്രീവോരുവക്ഷസ്ഥലമൽപമധ്യമം ചന്ദ്രാംശുഗൗരൈച്ഛുരിതം തനൂരുഹൈർവിശ്വഭുജാനീകശതം നഖായുധം ദുരാസിതം സർവനിജേതനായുധപ്രവേഗവിദ്രാവിതദൈത്യദാനവം പ്രായേണമേയം ഹരിണോർമായിന വധസ്മൃതോനേന സമുദ്യതേന കിം ഏവം ബ്രുവം സ്വാഭ്യപദർഗദായുധോ നദൻ നൃസിംഹം പ്രതി ദൈത്യകുഞ്ജര അലക്ഷിതോഗ്നൗ പതിത പതംഗമോ യഥാ നൃസിംഹൗ യസിസോസുരസ്തദാ നദദ് വിചിത്രം ഖലു സത്വധാമനി സ്വതേജസായോ നൃസിംഹം ഗദയോർവേഗയാ തം വിക്രമന്തം സപദം ഗദാധരോ മഹോരകം താക്ഷസുതോ യഥാഗ്രഹീ സദസ്യാസ്തോൽക്കരിതസ്തദാസുരോ വിക്രീഡതോ യദ്വദഹിർഗരുഡ്മദ അസാധുമന്യം ദഹൃതൗകസോമരാഘനക്ഷദാ ഭാരത സർവധിഷ്ണ്യപാഃ തം മന്യമാനോ നിജവീരശങ്കിതം യദ്ധസ്തമുക്തോ നൃഹരിം മഹാസുര പുനസ്തമാസജ്ജിത ഖൽഗചർമ്മണി പ്രഗൃഹ്യ വേഗേന നിതശ്രമോ മൃതേ തം ശേന വേഗം ശതചന്ദ്രവർത്തുമഭിഷ്ടരം ദമച്ഛിദ്രമുപരി യഥോഹരി കൃത്വാട്ടഹാസം ഖരമുസ്വനോർപ്പണം നിമീലിതാക്ഷം ജഗേ മഹാജവ വിശ്വസ്ഫുരം ദംഗ്രഹണാതുരം ഹരിർവ്യാളോ യഥാകും പുരുഷാക്ഷതത്വജം ദ്വാരൂര ആപാത്യദാരലീലയാ നഖൈർയഥാഹിം ഗരുഡോ മഹാവിഷം സംരംഭദുഷ്പ്രേക്ഷികരാളലോചനോ വ്യാത്താനനാന്തം വിജിഹൻ സ്വജിഹ്വയാ അസൃഗ്ലവാക്കദാരുണകേസരാനനോ യഥാന്ത്രമാലീദ്വിപഹത്യയാരി നഖാങ്കുരോർപ്പാടിതസരോരുഹം വിസൃജ്യ തസ്യാനുജരാനുദായുധാൻ അഹൻ സമന്താൻ നഖശസ്ത്രപാഷ്ണിഭിർ
दोर्दण्डयूथोनुपथान् सहस्रश सटावधूता जलदा परापतन् ग्रहाश्च तद्दृष्टिविमुष्टरोजिष अम्भोदयश्वासहता विजुक्षुभुर्निर्ह्रादपीता दिगिफा विजुकृषु द्यौस्तल्सडोक्षिप्तविमानसङ्कुल प्रोत्सर्पदिक्ष्माजपदातिपीडिता शैलासमुल्पेदुरमुष्यरंघसा तत्तेजसाखं ककुभो नरेरिरे ततस्सभायामुपविष्टमुत्तमे नृपासने सम्भृततेजसं विभुम् अलक्षितद्वैरथमत्यमर्षणं प्रचण्डवक्त्रं नवभाजकश्चन निशम्यलोकत्रयमस्तकज्वरं तमहादिदैत्यं हरिणादं हृदे प्रकर्षवेगोत्कलिदाननामुः प्रसूनवर्षैर्वपुषुसुरस्त्रिय तदा विमानावलिभर्नभस्तलं दिदक्षिणां सङ्कुलमास नागिनां सुरानकादुन्दुभयोधजघ्निरे गन्धर्वमुख्या नृतोर्जगुस्त्रिय तत्रोपव्रज्य विबुधा ब्रह्मेन्द्रगिरिशादयार्षय पितरसिद्धा विद्याधर्मो वर्गानमनवप्रियानां पदेव गन्धर्वो वाप्सरचारणाः यक्षाः किं पुरुषास्तातवेताळाः सिद्धकिन्नराः ते विष्णुपार्षदाः सर्वे सुनन्दकुमुदादया मूर्धनि दत्ताञ्जलिपुडासीनं तीव्रतेजसम् ईडिरे नरशार्दूलं नातिदूरजरा पृथक् ब्रह्मोवाच नतोऽस्म्यनन्दाय दुरन्दशक्ते विचित्रवीर्याय पवित्रकर्मणे विश्वस्य सर्गस्थितिसंयमान् गुणैः स्वलीलया संदधते श्रीरुद्र उवाच कोपकारो युगान्तस्ते कथोऽयं सुरवल्पः तत्सुतं पाशुपसुतं भक्तं ते भक्तवत्सर इन्द्र उवाच प्रत्यानीता परमपवदात्राय दानः स्वभागादैत्याक्रान्तं हृदयकमलं त्वद्गृहं प्रत्याबोधि कालग्रस्तं कीर्तितमहो नाथ शुश्रूषतां ते मुक्तिस्तेषां न हि बहुमता नारसिंहापरीक्यं ऋषयौजो त्वन्नस्तव परममर्थं यदात्मतेजो येनेदमादिपुरुषात्मगतं सुसर्ज तद्विप्रयुक्तममुनाद्य शरण्यपालरक्षाग्रीतवभुषा पुनरन्नमं स्थाः पितर ऊजु श्राद्धानि नोति बुभुजे प्रसभं तनूजे दत्तानि तीर्थसमेप्य विभक्तिलाम्भूतस्योदरं न कविर्नववाद्य आर्चक्तस्मै नमो नृहरेऽखिलधर्मगोत्रे सिद्धा ऊजु यो नोगति योगसिद्धामसाधुरहर्षियोगतपोपनेन नानादर्पं तं नखैर्निर्दरा निर्ददार तस्मै तुभ्यं प्रणतास्मो नृसिंहा विद्याधरा ऊजो विद्या पृथग्धारणया निषेधतज्ञोबलवीर्या तृप्तः स येन सङ्ख्ये पशुबद्धदस्तं मायानसिंहं प्रणतास्म नित्यं नागा ऊजूयन पापेन रत्नानि स्त्रीरत्नानि कृतानि न तद्वक्षपाडनेन संदत्तानन्ददमोऽस्तु ते मनव ऊजु मनवो वयं तव निदेशकारणो दितिजेन देव परिभूतसेदव भवदा खलस्रोपसंहृतप्रभो करवामते किमनुषाधिकिङ्करान् प्रजापते ऊजु प्रजेशा वयं ते परेशापि सृष्टा नयेन प्रजा वै सृजामो निषिद्धाः स एष त्वया भिन्नवक्षानुषेते जगन्मङ्गलं सत्त्वमूर्ते वदार गन्धर्वा ऊजो वयं विबोधे नरनाट्यकाय गायेन आत्मसाद्वीर्यबला उजसा कृताः स एष नीतोपवदा दशामिमां किमुत्पथस्थः कुशलाय कल्पते चारणा ऊजो हरेतवाङ्घ्रिपङ्कजं भवापवर्गमाश्रिता यदेष साधुवृच्छयस्त्वयासुर समापित यक्षा पूजो वयमनितरमुख्या कर्मभिस्ते मनोज्ञैस्तैः दितिसुतेन प्रापिता वाहकत्वं सदुजनपरितापं तत्कृतं जानता ते नरहर उपनीत पञ्चतां पञ्चविंश किं पुरुषा ऊजो वयं किं पुरुषास्त्वं पुरुषैश्वर अयं कुपुरुषो नष्टोऽधिकृतः साधुभिर्यदा वैदारिका ऊजो सभासु सप्त्रेषु तवामलं यशो गीत्वा सपरीयां महतीं लभामहे यस्तां व्यनैषीदृशमेष दुर्जनो दिष्ट्या कदस्ते भगवन्यतामय किन्नरा ऊजु वयमीश किन्नरगणास्तवानुगादिति येन विष्टिममुनानुगारिताः भवदा हरे स प्रतिनोपसादितो नरसिंहनाथ विभवाय नो भवा विष्णुपार्षदा ऊजु अद्वैतद्धरिधररूपमद्भुतं ते दृष्टं न शरणद सर्वलोकशर्मा सोऽयं ते विधिकर ईश विप्रशप्तस्तस्येदं निधनमनुग्रहाय विद्मः इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां सप्तमस्कन्धे प्रह्लादानुचरिते दैत्यराजवधे नृसिंहस्तवो नाम अष्टमोऽध्यायः सर्वत्र गोविन्दनाम संकीर्तनं गोविन्द गोविन्द